അവധിക്കാലത്ത് അപ്രതീക്ഷിതമായി കിട്ടിയ വേനൽ മഴ അത് ആഘോഷമാക്കുകയാണ് കുട്ടികൾ. മഴയത്ത് പട്ടാമ്പി കൈത്തളി ക്ഷേത്രക്കുളത്തിൽ ഇപ്പോൾ കുട്ടികളുടെ ആഘോഷമാണ്. മഴയിൽ നിറഞ്ഞ ക്ഷേത്രക്കുളത്തിൽ 2 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും നീന്തി കുളിക്കുന്നു. ഞങ്ങൾ ഇവിടെയാണ് നീന്തലൊക്കെ പഠിച്ചത്. ആദ്യം ഇവിടെ തീരെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വെക്കേഷൻ ആയപ്പോൾ നിറയെ വെള്ളമായി. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാവരുമായിട്ട് അടിപൊളിയാണ്. കുറച്ച് ദിവസമായിട്ട് മഴ പെയ്തപ്പോൾ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ അടിപൊളിയാണ് നീന്തൽ. ആ എല്ലാ ദിവസവും നീന്തലുണ്ട്. ആ ഒരു 1.5 മണിക്കൂർ നീന്തും. ആ അടിപൊളിയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെയാണ് നീന്തലൊക്കെ പഠിച്ചത്. എന്നാലും ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വേനൽക്കാലമായിട്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അടിപൊളിയായിട്ട് മഴയൊക്കെ പെയ്തിട്ട് ഇപ്പോൾ എല്ലാവരും അടിപൊളിയാണ്. അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല ഇങ്ങനെ ഇങ്ങനെ പോകണം. 2 മണിക്കൂറൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയാണ്. 2 ദിവസം ഞാൻ പോയിണ്ടായിരുന്നു. പോയി വന്നപ്പോഴേക്കും ഇതുവരെ ഉണ്ടായിരുന്നു. ഞാൻ 2 സ്റ്റെപ്പ് കൂടി വെച്ചു. നോക്കുമ്പോൾ 2 സ്റ്റെപ്പും കൂടി കൂടാറുള്ളൂ. മഴ പെയ്ത് ഉഷാറായി. എന്താ കലക്കല്ലേ? സ്കൂൾ തുറക്കാൻ പോകണ്ടോ? സ്കൂൾ തുറന്നാലും ഞങ്ങള് വരും. ഒരു കുഴപ്പമില്ല. വെള്ളം ഞങ്ങക്ക് ജീവനാ. സാധാരണ ഈ സമയത്ത് ഇവിടെ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നേരത്തെ മഴ വന്നുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ വെള്ളമായി. ഇപ്പൊ ഞങ്ങൾക്ക് വെക്കേഷനും കൂടെ ആയതുകൊണ്ട് നല്ല രസമാണ്. സാധാരണ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആവും മഴ പെയ്യാൻ. അപ്പൊ ഞങ്ങൾക്ക് സ്കൂളും കോളേജൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ മഴ പെയ്തുകൊണ്ട് നല്ല രസമാണ്. ജ്യോതിഷ് ആയിരുന്നു കൂടെ. ഗുഡ് മോർണിംഗ് ജ്യോതിഷ്. അങ്ങനെ കുട്ടിക്കാലത്തിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ കുട്ടികൾ അങ്ങനെ നീന്തി തുടിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. ജ്യോതിഷിന് നീന്തൽ അറിയോ? കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടോ? നീന്തൽ അറിയാൻ മൂത്തി, പക്ഷേ ഇത്തരത്തിലുള്ള ഓർമ്മയില്ല. എന്നാലും ഈ മഴ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിലേക്കൊക്കെ രാവിലെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മഴ നനഞ്ഞു വന്നു എന്നൊക്കെ നമ്മളിങ്ങനെ, പക്ഷേ മഴ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന ഒരു വിഭാഗം കുട്ടികൾ, അത് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതിൽ ആ കുട്ടികൾ എടുത്ത് പറയുന്നുണ്ട്, മുമ്പ് ആ സ്ഥലത്ത് അത്രയും കുളത്തിലത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ അടുത്ത് വെള്ളം പെട്ടെന്ന് പൊങ്ങി. അവർക്ക് കറക്റ്റ് ടൈം തന്നെയാണ്. ആ ഒരു വേനലവധി സമയത്ത് അവർക്ക് മാക്സിമം ആസ്വദിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ വേറൊരു കുട്ടി പറയുന്നത്, ഈ ക്ലാസ് തുറക്കാറായില്ല എന്ന് ലിഷോയ് ചോദിക്കുന്ന സമയത്ത് പറയുന്നത്, തീർച്ചയായും ക്ലാസ് തുറന്നാൽ പോലും ഞങ്ങൾ ഇവിടെ ഇനി വീണ്ടും വരും എന്നുള്ളൊരു രീതിയിലാണ് അവർ പറയുന്നത്. കാരണം അവർ അത്രയും എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ മഴയത്ത് ശരിക്കും പറഞ്ഞാൽ മഴ ആസ്വദിക്കാൻ പറ്റുക, മഴയത്ത് മഴയത്ത് കുട്ടിക്കാലത്ത് ഞാൻ മഴയത്ത് ഫുട്ബോൾ കളിക്കുമായിരുന്നു. അത് ഭയങ്കര രസകരമായിട്ടൊരു സംഭവമാണ്. ഈ മഴ നനഞ്ഞ് കുറച്ച് ചെളിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി വീഴുക, അത്തരത്തിലുള്ള വളരെ രസകരമായിട്ട് മഴ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു വേനൽക്കാലത്ത്. എന്തായാലും ഈ വേനൽ മഴ കുറച്ചധികം കുട്ടികൾക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുക, ആ ഒരു കാഴ്ച കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വലിയ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. മൂത്തിക്ക് നീന്തൽ എങ്ങനെയാണ് അറിയാമോ? നീന്തൽ വശമില്ല ജോഷെ, പക്ഷെ മഴ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ബാലവേദിയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഈ ബാലവേദി കുട്ടികൾ ഒരുമിച്ച് കൂടും. അപ്പം മഴക്കാലത്ത് ഇതുപോലെ തന്നെ വെക്കേഷൻ സമയത്ത് ഞാനും ഈ മഴയത്ത് കളിച്ചിട്ടുണ്ട് ഒരുപാട്. തീർച്ചയായിട്ടും മൂത്തി, അത് നല്ലൊരു ഓർമ്മയാണ്. ഈ മഴക്കാലത്തും അത് ഈ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈമിൽ മഴ ഇങ്ങനെ ആസ്വദിക്കുക, അല്ലെങ്കിൽ മഴയത്തോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു രസകരമായ ഈ അവധിക്കാലം ചെലവഴിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അത് ഈ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാ കാലവും ഈ സ്മരണകൾ അങ്ങനെ മനസ്സിൽ നമുക്കൊക്കെ ഉള്ളതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കട്ടെ.